ആരാണ് പ്രതി എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പളാണ്. അയാളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാറ്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി ദളിതനെന്ന നിലക്കും ദരിദ്രനെന്ന നിലക്കും ബ്ലാക്ക് എന്ന നിലക്കും 3 തരത്തിലുള്ള വിവേചനങ്ങൾക്ക് വിധേയമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏതാണ്ട് ഈ ഭാഗം മുതൽ ഇവിടം വരെ ഒരു സ്കാറുണ്ട്, ഒരു മുറിവുണ്ട്, നീളത്തിലുള്ളൊരു മുറിവുണ്ട്. ഡോക്ടർമാർ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പേര് വെളിപ്പെടുത്തരുത് എന്നാവശ്യപ്പെടുന്നത് ഞാൻ പറയുന്നില്ല. കൊലപാതകമായിരിക്കാൻ സാധ്യത, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറല്ല, നേരിട്ട് കൊലപാതകമായിരിക്കാൻ സാധ്യത. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുറത്തു നിർത്തപ്പെടുന്ന ഒരു ഭാഗമാണ് ദളിതരെന്നത്. ഈ ഹർത്താലിനോട് 11 മണിയായപ്പോൾ ഒരു വാർത്ത പുറത്തു വരും, ക്യാൻസർ രോഗിയെ തടഞ്ഞു. ഈ ക്യാൻസർ രോഗിയെ തടഞ്ഞു, സമരക്കാർ തടഞ്ഞു. ഇതാണ് വാർത്ത. മനോരമ ചാനലിലാണ് വരുന്നത്. ഗവൺമെൻറ് നമ്മുടെ ഹർത്താലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, രാഷ്ട്രീയ പാർട്ടികളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുള്ള UDF പിന്തുണയ്ക്കാവുന്ന ഒരു ഹർത്താലായിരുന്നു അത്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധനായ ചിന്തകനും സാമൂഹിക നിരീക്ഷകനുമായിട്ടുള്ള, സർവോപരി ദളിത്, ആദിവാസി, ബഹുജൻ രാഷ്ട്രീയത്തിന്റെ ഉറച്ച ശബ്ദവുമായിട്ടുള്ള സണ്ണി എം കബിക്കാട് സാറാണ് നമ്മളുടെ കൂടെയുള്ളത്. സ്വാഗതം സാർ. നമുക്ക് ഈ റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥി വളരെ വ്യവസ്ഥാപിതമായ കൊലപാതകത്തിന് വിധേയമായി കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, പ്രോമിനൻ്റ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വ്യവസ്ഥാപിതമായ കൊലപാതകത്തിന് വിധേയമായി ഇന്നേക്ക് ഏകദേശം 1 മാസത്തിലധികം പിന്നിട്ടിരിക്കുകയാണ്. അതിൽ കുറ്റവാളി എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ റാം ഇതുവരെ അദ്ദേഹത്തെ പിടിക്കുകയോ അദ്ദേഹത്തെ പിടിക്കണമെന്ന ഒരു പ്രതീതി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഇത്ര വില മാത്രമാണോ സംവിധാനങ്ങളൊക്കെ കൽപ്പിക്കുന്നത്? അത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മരണങ്ങൾ അത്യപൂർവമായ കാര്യമൊന്നുമല്ല. നിരവധി അനുഭവങ്ങളിലൂടെ കേരളം കടന്നുപോയിട്ടുണ്ട്. ആദ്യം സംഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം രജനി എസ് ആനന്ദിൻ്റെ മരണമായി. അവർ പരീക്ഷാഭവൻ്റെ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയാണ്. കോളേജിൽ, സ്വാശ്രയ കോളേജിൽ ഫീസ് അടയ്ക്കാനില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. അന്ന് കേരളത്തിലുണ്ടായ വിവാദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിൻ്റെ റൂട്ട് മനസ്സിലാവും. അതായത് അന്ന് ഈ കുട്ടി മരിച്ചപ്പോൾ ഒരു ഗവൺമെൻറ്, ഒരു ജനാധിപത്യ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമവും പാലിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല. സാധാരണഗതിയിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന വലിയൊരു സംവിധാനമാണ്. ആ സംവിധാനം സാധാരണ നിലക്കൊരു സ്ലീപ്പിംഗ് സംവിധാനമാണ്. റൊട്ടീൻ ആയ കാര്യങ്ങൾ നടന്നു പോകും. ചില സവിശേഷ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടാകും. രജനി എസ് ആനന്ദ് മരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉണർവ് നമ്മുടെ ഗവൺമെൻറ് കാണുന്നില്ല. കാരണം ഗവൺമെൻറ്റിനെ ബാധിക്കാത്തൊരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. മാത്രവുമല്ല, ഈ മരിച്ച കുട്ടിയെ സംബന്ധിച്ച അപവാദ പ്രചരണങ്ങളും ആ സമയത്തുണ്ടാകുന്നുണ്ട്. മരിച്ച കുട്ടി ശരിയല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മരണം, ആ മരണത്തിൽ ഗവൺമെൻറ്റിനുള്ള പങ്ക്, ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറയുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ക്രൈം, ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് വിളിക്കാവുന്ന ഒരു സംഭവമായി നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഈ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാതെ ആ കുട്ടി ശരിയല്ല എന്ന ചർച്ചയ്ക്കാണ് മുൻതൂക്കം കിട്ടിയത്. അന്ന് ദളിത് വിദ്യാർത്ഥികൾ, ദളിത് സ്റ്റുഡൻസ് മൂവ്മെൻ്റ് അടക്കം അവരുടെ വലിയ പരിശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. എന്നാൽ അതിന് കാര്യമായ ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നെഗേഷൻ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നിതിൻ രാജിന്റെ വിഷയത്തിൽ നമുക്കത് ഈ അർത്ഥത്തിൽ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ
അതിൽ നിന്നും മാറി ചിന്തിക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതിനകത്ത് കാണുന്നില്ല. 1:30 മണിയായപ്പോഴാണ്, 2 മണിയോടടുത്താണ് ഈ നിതിൻ രാജിൻ്റെ ബോഡി താഴെ നിതിൻ രാജ് കിടക്കുന്നതായി കാണുന്നത്, കെട്ടിടത്തിൻ്റെ താഴെ. അവിടെ നിന്ന് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 3 മണിയായപ്പോൾ 3:30-ക്ക് മുമ്പായിട്ട് നിതിൻ രാജ് മരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി ഒരു കലാലയത്തിൽ പഠിക്കുമ്പോൾ കുട്ടി മരിക്കുന്നു. ഇത് കാരണം എന്തും ആവട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേധാവി അത് ആരെ അറിയിക്കണം എന്നൊരു കാര്യമുണ്ട്. ആ വീട്ടുകാരെ അറിയിക്കണം. പോലീസിൽ അറിയിക്കുന്നതിന് മുമ്പ് വീട്ടുകാരെ അറിയിക്കണം. അത് ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് പറയണം. അത് പാലിക്കപ്പെടുന്നില്ല. 6 മണിക്കാണ് പുറം ലോകം വിവരം അറിയുന്നത്. ഈ ഡിലേ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. കാരണം 3:30 മണിക്ക് മരിച്ച ഒരു സംഭവം, അതും ദുരൂഹമായ അവസ്ഥയിൽ കണ്ട ഒരു വിദ്യാർത്ഥി മരിക്കുന്നു. അത്തരമൊരു സംഭവം ഉണ്ടായാൽ വിതിൻ 30 മിനിറ്റ്സ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന വ്യവസ്ഥയുണ്ടായിരിക്കെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്തിനായിരിക്കാം ഈ 3 മണിക്കൂർ ഇത് മറച്ചു വെച്ചത് പുറം ലോകത്തിൽ നിന്ന്? വെറുതെ മറച്ചു വെക്കില്ലല്ലോ. ഒരാൾ മരിക്കുന്നു, അത് ഞാൻ മറച്ചു വെക്കണമെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തോ കാര്യങ്ങളുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് കരഞ്ഞു കൂവി പെട്ടെന്ന് ആൾക്കാരെ അറിയിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ കൊലപ്പെടുത്തിയതാണെങ്കിൽ ഞാനിവിടെ കിടന്ന് കരഞ്ഞു കൂവില്ല. അതെല്ലാം ശരിയാക്കി അതിന് സമയമെടുക്കും, മനസ്സിലായില്ലേ? ബാക്കിയെല്ലാം സെറ്റപ്പ് ആണെന്ന് ഉറപ്പിച്ചിട്ടേ ലോകത്ത് പോയി പറയത്തുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ന്യായമായും സംശയിക്കാം. സംശയമാണ് പറയുന്നത്. ആരാണ് പ്രതി എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പളാണ് പ്രതി. അയാളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അയാൾ അറസ്റ്റ്, കാരണം അയാൾ ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ മരണം വീട്ടുകാർ ടെലിവിഷൻ ന്യൂസിലാണ് അറിയുന്നത്. അത്തരമൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് 4 മണിക്കൂറിലെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസിയും ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. ചെയ്യുന്നില്ല. അവർ സാധാരണ ഒരു മരണം ഉണ്ടായാൽ ഒരു അന്വേഷണം നടത്തും. ഒരു അന്വേഷണ ഗ്രൂപ്പിനെ, യതീഷ് ചന്ദ്രയാണ് അവിടുത്തെ SP എന്ന് ഓർക്കണം. അയാളുടെ ഹിസ്റ്ററി അറിയാലോ. വൈപ്പിനിൽ ഭീകരമായ മർദ്ദനത്തിന് നേതൃത്വം കൊടുക്കുന്നു. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി വരുമ്പോൾ മൊഴിയെടുക്കാനായിട്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എറണാകുളത്തെ സിറ്റിക്ക് നടക്കുന്ന സമയത്ത് ഒരു 4 വയസ്സുകാരൻ പയ്യൻ യതീഷ് ചന്ദ്രയെ ചൂണ്ടി ഈ അങ്കിളാണ് ഞങ്ങളെ തല്ലിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പല വിവാദ കേസുകളിലും ഇയാൾ ഇടപെട്ടതായിട്ട് അറിയാം. അതെന്തും ആവട്ടെ, അയാളുടെ ചുമതലയിൽ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നു. അതിനൊരു സംവിധാനമുണ്ട്, അവരന്വേഷിക്കുന്നു. ഈ പ്രതിയാകാൻ സാധ്യതയുള്ള പ്രിൻസിപ്പൽ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 പ്രതികളെ അവർ ബുക്ക് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന റാമും സംഗീതയും. അതിൻ്റെ മേലെ പിന്നെ അന്വേഷണം. ബേസിക്കായ കാര്യം അന്വേഷിക്കാതിരിക്കുക, അവർ തന്നെ 2 പ്രതികളെ സ്പോൺസർ ചെയ്യുക, എന്നിട്ട് ആ പ്രതികൾക്ക് ജാമ്യം കിട്ടാവുന്ന വിധത്തിലുള്ള റെക്കോർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ആ റെക്കോർഡുകൾ ഈ പ്രതികൾക്ക് ചോർത്തി കൊടുക്കുക. അവർ കോടതിയിൽ പോകുമ്പോൾ അത് പ്രധാനപ്പെട്ട എവിഡൻസ് ആയിട്ട് കൊടുക്കുക. കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം എടുത്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ വളരെ വലിയ മാനിപ്പുലേഷൻ. അതാ തലശ്ശേരി കോടതിയിൽ സംഗീതയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ള കോടതി വിധി വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. വലിയ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നത്. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം, ഈ കുട്ടി, ഈ നിതിൻ രാജ് എന്ന് പറയുന്നത് കൂലിപ്പണിക്കാർ അച്ഛനും അമ്മയും
കൂലിപ്പണിക്കാരായ വളരെ സാധാരണ കുടുംബത്തിൽ, ഒരു ദളിത് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ ഹീസ് മെറിറ്റീസ്, അയാളെ തെളിയിച്ചിട്ടുണ്ട്. ഡോക്ടറാകാൻ പഠിക്കാൻ യോഗ്യത നേടി തന്നെ വന്ന ഒരാളാണ്. അവിടെ ഈ ആ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ വിദ്യാർത്ഥികളോട് വ്യാപകമായ തരത്തിൽ വിവേചനം കാണിക്കുന്നു എന്നുള്ള പരാതികൾ നേരത്തെ തന്നെ ഉണ്ടെങ്കിലും അത് രജിസ്റ്റർ ചെയ്യാനായിട്ട്, ആ പരാതി രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് പുറം ലോകം അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി അവിടെ പഠിക്കുന്നു, കുട്ടിക്കൊരു അനുഭവം ഉണ്ടാകുന്നു, കുട്ടി നമ്മളോട് ഒന്ന് പറയും. അപ്പോൾ സാധാരണ ഒരു ആവറേജ് അച്ഛനും അമ്മയും എന്തായിരിക്കും കുട്ടിയോട് പറയും? പോട്ടെ മക്കളെ, നീ പഠിച്ച് ജയിക്കും എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു മെൻ്റൽ ട്രോമ അച്ഛനും അമ്മയും മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. അവരത് മനസ്സിലാക്കി കുട്ടി എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ കുട്ടി തോറ്റിരിക്കും അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറയും, മോളത് കാര്യമാക്കണ്ട, പഠിച്ചു, നീ 2 വർഷമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 3 വർഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതങ്ങ് തീർക്കുക. ഇത് ഞാൻ പറയുന്നത് നിതിൻ രാജ് മരിച്ചതിന് ശേഷം പലരും വെളിപ്പെടുത്തിയ കാര്യം ഇത്. അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ വരെ ഉണ്ട് ആ കൂട്ടത്തിൽ, അവർ പഠിച്ച കാലത്തെ അനുഭവം പറയാനായിട്ട്. അപ്പോൾ ഈ വിവേചനത്തിൽ പ്രധാനമായും ഉള്ളത് ബോഡി ഷെയ്മിങ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള, ഒരുപക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സംഭവിക്കരുതാത്ത സംഗതികൾ വെച്ചിട്ടാണ് ഈ റാമും കൂട്ടരും, റാമാണ് അതിൻ്റെ ലീഡർ, അത് ആ റാമും കൂട്ടരും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടി ദളിതൻ എന്ന നിലക്കും ദരിദ്രൻ എന്ന നിലക്കും ബ്ലാക്ക് എന്ന നിലക്കും 3 തരത്തിലുള്ള വിവേചനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ വിവേചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ മരിച്ചത് എന്ന് സമ്മതിക്കാതെ ഈ പോലീസ് സംഘം ചെയ്തത് ഒരു ലോൺ ആപ്പിൻ്റെ കഥയുമായി രംഗത്ത് വരികയത്. ലോൺ ആപ്പിൽ നിന്നും 15,000 രൂപ ലോൺ എടുത്തു, അവർ ഭീഷണിപ്പെടുത്തി, അത് താങ്ങാനാവാതെ ചാടി മരിച്ചു. ഇതാണ് അവരുടെ സ്റ്റോറി. ഒരു കുട്ടി 15,000 രൂപ, 15 ലക്ഷം രൂപയിലെന്ന് ഓർക്കണം, കേവലം 15,000 രൂപ ലോൺ എടുത്തു. അത് ആപ്പുകാർ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഒരു അധ്യാപിക ലത എന്ന് പറയുന്ന അധ്യാപികയും വിളിച്ച് അവരെന്തോ അനാവശ്യം പറഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവൻ്റെ മാസ്റ്റേഴ്സാണല്ലോ ഇവർ, അധ്യാപകരാണ്, അവൻ്റെ വീട്ടിൽ വിളിച്ച് പറയും, പൈസ പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് തന്നെ ആരെങ്കിലും ബെനവോളൻ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തൽക്കാലം ഞാനത് പൈസ അടയ്ക്കാം, ഇനി അത് പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എനിക്ക് തരണം, അങ്ങനെ നടക്കും. ഇതൊന്നും നടക്കുന്നില്ല. ഇവനെ വിളിച്ച് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവമാണ് നടന്നത്. ആ ക്രോസിങ് നടന്ന അതിൻ്റെ വീഡിയോ ഉണ്ട്. അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടാണ് ഇവർ പറയുന്ന ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏതാണ്ട് ഈ ഭാഗം മുതൽ ഇവിടം വരെ ഒരു സ്കാറുണ്ട്, ഒരു മുറിവുണ്ട്, നീളത്തിലുള്ളൊരു മുറിവാണ്, ആഴമുള്ള മുറിവല്ല, നീളത്തിലുള്ള മുറിവാണ്. ചാടുന്ന ഒരാൾക്ക് അത്തരം മുറിവ് സംഭവിക്കില്ല, സംഭവിച്ചാൽ അത് ആഴത്തിലുള്ള മുറിവായിരിക്കും. കമ്പിൽ തട്ടിയാൽ ശരിക്കും ആ ഭാഗം ഡാമേജ് ആകും, കാരണം അത്ര സ്പീഡിൽ വരുന്നൊരു ബോഡിയാണ്, അത്ര സ്പീഡിലാണല്ലോ സ്ഥലത്തേക്ക്. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യം ഇവരന്വേഷിക്കുന്നില്ല. ജീവനോടെ ഒരാൾ ചാടിയാൽ ഒന്നുകിൽ തലയടിച്ച് വീഴും, അല്ലെ കാലിൽ വന്ന് വീണാൽ നടു ഒടിഞ്ഞിരിക്കും. ഇത് ഡോക്ടർമാർ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. നോർമലി സംഭവിക്കുന്ന കാര്യം തല ചതറിപ്പോവും തലയിടിച്ചാൽ വീഴുന്നെങ്കിൽ. കാലിടിച്ചാൽ വീഴുന്നതെങ്കിൽ കാലും കൈയും ഒടിയും, നടുവിന് ക്ഷതമുണ്ടാകും. ഇങ്ങനെ ഒരു സംഭവം ഇവൻ്റെ ബോഡിയിലില്ല. തല ചതറിപ്പോയിട്ടില്ല, കണ്ണ് പുറത്തേക്ക് വന്നിട്ടില്ല, ഈ ഭാഗത്തൊരു മുറിവുണ്ട്, ചെവിയിൽ നിന്ന് രക്തം വന്നിട്ടുണ്ട്.
മറ്റേ കാലൊടിഞ്ഞിട്ടില്ല, കൈയൊടിഞ്ഞിട്ടില്ല. ഇന്റേണൽ ഇഞ്ചുറിയാണ് മരണകാരണം എന്നാണ് പറഞ്ഞത്. ഒരു ബോഡി മരിച്ച അല്ല അബോധാവസ്ഥയിലുള്ള ഒരു ബോഡി എടുത്ത് താഴത്തേക്ക് ഇട്ടാൽ ഇത് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഇന്റേണൽ ഇഞ്ചുറി മാത്രം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനിങ്ങനെ ചെരിഞ്ഞ് വീഴണം. അബോധാവസ്ഥയിലുള്ള ബോഡിയാണെങ്കിൽ നമ്മളങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതേപടി തന്നെ താഴത്തേക്ക് വന്ന് വീഴും. അപ്പോൾ ഡോക്ടർമാർ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ പേര് വെളിപ്പെടുത്തരുത് എന്നാവശ്യപ്പെടുന്നത് ഞാൻ പറയുന്നില്ല. കൊലപാതകമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറല്ല, നേരിട്ട് കൊലപാതകമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു സമഗ്രമായ അന്വേഷണം നടന്നിട്ടില്ല, അത് നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് പരിപൂർണമായും പ്രതികൾക്കൊപ്പം നിൽക്കും. ഗവൺമെൻറ് മിഷണറീസ് പ്രതികൾക്കൊപ്പമാണ്, വാദിക്കൊപ്പമല്ല. പ്രതികൾക്കൊപ്പം നിൽക്കുകയും ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ വക്കീല് റാമിന് വേണ്ടി ഹാജരാകുകയും ചെയ്യുന്ന സ്ഥിതിയിലാണിപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ആക്ഷൻ കൗൺസിൽ പുതിയ ഗവൺമെൻറ് മുന്നിൽ ഒരു പുനരന്വേഷണത്തിന് ആവശ്യം ഉന്നയിക്കാൻ. ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഇതിനോട് എങ്ങനെയാണ് ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷം ആയിക്കോട്ടെ, ഈ LDFന്റെ UDFന്റെ പക്ഷങ്ങളായിക്കോട്ടെ, എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് എന്നുള്ളത് ഒരു പ്രാധാന്യത്തോടു കൂടി ആലോചിക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളത് നിതിൻ രാജിൻ്റെ കേസിൽ മാത്രമല്ല, ഈ ഭരണ പ്രതിപക്ഷ യുക്തി പ്രവർത്തിക്കാത്തൊരിടമാണ് ദളിത് ആദിവാസി ക്വസ്റ്റ്യൻ. ഞാനത് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഒരു ഭരണ പ്രതിപക്ഷ ഘടനയിൽ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുമ്പോൾ ഭരണപക്ഷം ഉപേക്ഷിക്കുന്ന, അല്ല അവർക്ക് താല്പര്യമില്ലാത്ത, അല്ല അവർക്ക് നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങളെ പ്രതിപക്ഷം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം. അതാണ് അതിൻ്റെ ഒരു യുക്തി. അപ്പോൾ ഭരണപക്ഷത്തിൻ്റെ ഒരു ഭരണവീഴ്ചയുണ്ടായാൽ അവർ പെട്ടെന്ന് ഇടപെടണം. പക്ഷെ ദളിത് ആദിവാസി ക്വസ്റ്റ്യനിൽ ആ യുക്തി പ്രവർത്തിക്കത്തില്ല. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം, ഗവൺമെൻറ് തയ്യാറല്ലെങ്കിൽ പ്രതിപക്ഷം കൊടുക്കണമെന്ന് പറയണല്ലോ, അവർ പറയില്ല. ഇപ്പോൾ ദളിത് കുട്ടികളുടെ ഈ ഗ്രാൻഡ് കൊടുക്കണം, സമയബന്ധിതമായി കൊടുക്കണം. അത് ഗവൺമെൻറ് കൊടുക്കുന്നില്ല. കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ പൊതുസമൂഹ പ്രസ്ഥാനങ്ങളോ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ രംഗത്ത് വരാറില്ല. ആ യുക്തി അവിടെ പ്രവർത്തിക്കില്ല. കാരണം അത് അവരുടെ കൺസേണിൽപ്പെട്ട ഒരു കാര്യമല്ല. കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട മുഖ്യധാര വ്യവഹാരങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നൊരു വിഭാഗമാണ് ദളിതർ. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ചിന്തയിലേക്ക്, ഭരണ പ്രതിപക്ഷ മത്സരത്തിലേക്ക് പോലും ഇവർ വരുന്നില്ല. ഇവരുടെ കോസ് എടുത്താൽ അവർക്ക് ലാഭകരമല്ല എന്നാണ് കേരളം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന നിതിൻ രാജിൻ്റെ ക്വസ്റ്റ്യൻ ഏറ്റെടുക്കാനായിട്ട് ഭരണപക്ഷം തയ്യാറായില്ല. അത് നമുക്ക് മനസ്സിലാവും. ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ ഏതെങ്കിലുമൊക്കെ തയ്യാറാകേണ്ടതായിരുന്നു, അവർ പോലും തയ്യാറായില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന് പത്രസമ്മേളനത്തിൽ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അത് ഏറ്റെടുത്തില്ല. മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനം ആണ് MSFും കൊടുക്കുകയാണ് അങ്ങോട്ടൊരു മാർച്ച് നടത്തിയത്. ഈ ഭരണ പ്രതിപക്ഷ കക്ഷികളിലുള്ള പാർട്ടികൾ നോക്കുമ്പോൾ അവരെ അവിടെ ഗുണ്ടകളാണ് തടഞ്ഞത് എന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ്, സെക്യൂരിറ്റി സ്റ്റാഫാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവരുടെ രൂപഭാവങ്ങളും പെരുമാറ്റമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ ബാക്കി ആരും തന്നെ അതിന് സന്നദ്ധമാവുന്നില്ല. ഈ സന്നദ്ധതയില്ലായ്മ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ഭരണക്രമത്തിനകത്ത്, ജനാധിപത്യ ഭരണക്രമത്തിനകത്ത് സ്ഥാനമില്ലാതെ പോകുന്ന ഒരു വിഭാഗമായതുകൊണ്ട് അവരുടെ കോസ് അവർ ഏറ്റെടുക്കുന്നില്ല.
രണ്ടാമത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച വ്യവഹാരങ്ങൾക്കകത്ത് മലയാളി നിർമ്മിച്ചിട്ടുള്ള ഡിസ്കോഴ്സിൻ്റെ പുറത്താണ് ഈ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഈ ഗ്രാൻഡ് സമയബന്ധിതമായി കൊടുക്കണമെന്നുള്ളത് ഈ മുഖ്യധാര ഡിസ്കോഴ്സിൻ്റെ ഭാഗമല്ല. ഇത് കൊടുക്കേണ്ടതാണ് സമയബന്ധിതമായി. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണമെന്നും നമ്മുടെ ഡിസ്കോഴ്സിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇത് കൊടുക്കണമെന്ന് നമ്മുടെ ചർച്ചകളിൽ ഒരിക്കലും കടന്നു വരുന്നില്ല. അധ്യാപകരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നുള്ള മുഖ്യധാരയുടെ ആവശ്യമാണ്. അതിനകത്ത് സംവരണം പാലിക്കണം എന്നുള്ളത് മുഖ്യധാരയുടെ ഡിസ്കോഴ്സിൽ വരത്തില്ല. അങ്ങനെ എങ്ങനെ നോക്കിയ സൂക്ഷ്മ രൂപത്തിൽ ഈ ഒരു പുറന്തള്ളൽ പ്രക്രിയ ഫോഴ്സ് ഇതിനകത്തുള്ളത് കൊണ്ട് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ നിതിൻ രാജിൻ്റെ ഇഷ്യൂ ഏറ്റെടുത്തില്ല. ഈ സാഹചര്യത്തിലാണ് ദലിതാദിവാസി സംഘടനകൾക്ക് അത് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതെ, ഈ സമയത്ത് നമുക്ക് നിതിൻ രാജിന്റെ വിഷയത്തിലൊരു പ്രത്യേകിച്ച് ഒരു ദളിത് ആദിവാസി കമ്മ്യൂണിറ്റികളിൽ നിന്നുകൊണ്ടുള്ള ഒരു വലിയ ഉണർവ് ഉള്ളതായിട്ട് നമുക്ക് പുറത്തുനിന്ന് വീക്ഷിക്കാൻ തോന്നുന്നു. പ്രത്യേകിച്ചും 50-ലധികം സംഘടനകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലൊരു ഹർത്താൽ സംഭവിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ ഒരു ഭരണ പ്രതിപക്ഷം ഒട്ടും ശ്രദ്ധിക്കാത്ത, അവരുടെ ഒരു സാധ്യതയല്ലാത്ത ഒരിടമായി കാണുന്ന ഒന്നിനെ എങ്ങനെയാണ് ആദിവാസി ദളിത് സമുദായങ്ങൾ അവരുടെ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ വളരെ പോസിറ്റീവായിട്ടാണോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിൻ്റെ ഒരു കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. നമ്മളത് കാണാതിരുന്നു കൂടാ. അപ്പോൾ ഇങ്ങനെ അത് പഴയ ശീലത്തിൻ്റെ ഭാഗമായി ഭരണ പ്രതിപക്ഷ സംഘങ്ങൾ അത് ഏറ്റെടുക്കാതിരിക്കുമ്പോഴും കേരളത്തിലെ ദലിതാദിവാസി സംഘടനകൾ സംഘടിതമായി ഏതാണ്ട് 90 സംഘടനകളാണ് ഇപ്പം ഈ ആക്ഷൻ കൗൺസിലായിട്ട് സ്വീകരിക്കുന്നത്. ഞാനതിൻ്റെ ജനറൽ കൺവീനറാണ്. എൻ്റെ അടുത്ത സംഘടനകളുടെ ലിസ്റ്റൊക്കെയാണ്. 90 സംഘടനകൾ. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ അവർ സംഘടിതമായി അപ്പോൾ അവർ ഒരു അവയർനെസ് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് വളരെ പോസിറ്റീവായൊരു അവയർനെസ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് നിതിൻ രാജിൻ്റെ മരണം എന്ന സംഭവത്തിൽ നിന്നല്ല അതുണ്ടായത്. അത് കേരളത്തിലെ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ നിന്നുണ്ടായൊരു കാര്യമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുറത്ത് നിർത്തപ്പെടുന്നൊരു ഭാഗമാണ് ദലിതരെന്നത് വ്യാപകമായ ഒരു തിരിച്ചറിവായി ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഈ വിഭാഗം എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതിനെ ത്വരിപ്പിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി വ്യക്തമാക്കി കാര്യങ്ങൾ എന്താണെന്ന്. അപ്പോൾ മാത്രവുമല്ല, ഇവർ മൊബിലിറ്റിയുള്ള വോട്ടേഴ്സാണെന്ന് തെളിയിച്ചു. ഫിക്സഡ് അല്ല എന്ന്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അത് തന്നെയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്ത് ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ജനാധിപത്യവാദികൾ പോലുമല്ല. അങ്ങനെ ഒരു വാസുവിനെ പോലുള്ള ആളുകൾ ഈ കാര്യം പറഞ്ഞും ചെയ്തിട്ടുണ്ട്. സാധാരണ ഇടതുപക്ഷത്തിന് ഫിക്സ്ഡ് ആയിട്ടുള്ള വോട്ടായാണ് ദളിത് ആദിവാസി വോട്ടുകൾ എന്നുള്ളത്. ഇപ്രാവശ്യം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതലെങ്കിലും അത് വിസിബിളാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലേക്ക് ഇപ്പോഴും അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് കടന്നു വരുന്നില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറയുന്നുണ്ടാവാം, അവകാശവാദം ഉന്നയിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മുഖ്യധാര ബുദ്ധിജീവികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അഥവാ അവരത് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എന്നത് ഒരു പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് നമുക്ക് കണക്കുകൾ വെച്ച് തെളിയിക്കാവുന്ന കാര്യമാണ്. ഈ വോട്ടെടുപ്പ് 68% വോട്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ പട്ടിക വിഭാഗത്തിൻ്റെ വോട്ടിൽ 68% LDF കിട്ടിയിരുന്നത്. ഇപ്രാവശ്യം കണക്കെടുത്താൽ 40%-ലധികം വരത്തില്ലത്. പകുതിയിലധികം UDF പോയിട്ടുള്ളത്. അത് പരസ്യമായി അംഗീകരിച്ച് ദലിതരെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി അംഗീകരിക്കാനുള്ള ധൈര്യം, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ ഒരു സംഭവം UDF നേതാക്കൾക്കില്ല. അവരിപ്പോഴും പരമ്പരാഗതമായി ഈ നായന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഈ 3 കമ്മ്യൂണിറ്റിയുടെ യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ്. അവർക്ക് അറിയാൻ പാടില്ലായൊന്നുമില്ല. അറിയുന്നവരും
ഈ നേതൃനിരയിലുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ ഒരു കോൺഷ്യസ്നസ് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ഈ ഒരു സങ്കല്പം രൂഢമൂലമായതുകൊണ്ടാണ് നിതിൻ രാജിൻ്റെ ക്വസ്റ്റ്യൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏറ്റെടുക്കപ്പെട്ടത്. അത് ഞങ്ങളുടെ സംഘടനാ ബലമാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ കൂടെയുള്ളവർ പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവാം, പക്ഷെ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഈ കമ്മ്യൂണിറ്റിക്കുണ്ടായ ഒരു എൻലൈറ്റൻമെൻറ്റ്, ഒരു അവയർനെസ് ഉണ്ട്. ആ അവയർനെസ്സിൻ്റെ പ്രതിഫലനമാണ് ആരാണ് കോൾ ചെയ്തത് എന്നത് പോലും നോക്കാതെ സ്വന്തം നാട്ടിൽ ഹർത്താൽ ഏറ്റെടുക്കുന്നതിൻ്റെ യുക്തി അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പോസിറ്റീവായൊരു കാര്യം. ഈ ഹർത്താലല്ല, ഈ ഒരു അവയർനെസ് ഈ അവയർനെസ് നാളെ ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ്ങിനുള്ള പ്രാപ്തിയിലേക്ക് ഇവരെ നയിക്കും തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതേസമയം തന്നെ ഈ ഹർത്താൽ വളരെ വ്യാപകമായി ആരോപണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു കേരളത്തിൽ. വലിയ അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഒരു പൊതുസമൂഹം, അതുപോലെ അതിനോട് ഭരണകൂടം എടുത്ത നിലപാടുകൾ, മീഡിയകൾ, മുഖ്യധാര മീഡിയകൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, ജുഡീഷ്യറി അതിനോടെടുത്തിട്ടുള്ള നിലപാടുകൾ, കേരളത്തിൽ ഇതുവരെ ഒരു ഹർത്താൽ സംഭവിച്ചിട്ടില്ലാത്ത സ്വഭാവത്തിൽ എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയൊക്കെ ഉണ്ടായി. എങ്ങനെയാണ് അതിനോട് അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഈ മീഡിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി, ഈ ക്രമസമാധാന ചുമതലയുള്ള പോലീസ്, കോടതി ഒരു അനാവശ്യ ഇടപെടൽ തെറ്റിദ്ധരിച്ച ഒരു സാഹചര്യത്തിലുണ്ടായ ഒരു ഇടപെടലായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവരൊക്കെ ജനതയ്ക്ക് വളരെ പുറകിൽ ജീവിക്കുന്നവരാണ്. ഈ ജനത നേടിയെടുത്ത ഒരു അവയർനെസ്സിനെ കുറിച്ച് ഒരു സങ്കല്പവും ഇല്ലാത്ത കുറച്ച് മനുഷ്യരാണ് ഇതിൻ്റെയൊക്കെ നേതാക്കൾ. സമൂഹം മാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പ്രസംഗത്തിൽ പറയും. യഥാർത്ഥത്തിൽ മാറുന്നത് ആരാന്നറിഞ്ഞാൽ അവനന്നേരം അവൻ്റെ ബോധം നഷ്ടപ്പെടും. കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നവർ പറയും. അത് വിദേശത്തു നിന്ന് വരുന്ന പണത്തിൻ്റെ അളവിലല്ല അത് കിടക്കുന്നത്. സൊസൈറ്റിയുടെ അവയർനെസ്സിലുള്ള മാറ്റമാണ് യഥാർത്ഥത്തിലുള്ള സമൂഹ മാറ്റം എന്ന് പറയുന്ന കാര്യം. ഇത് മനസ്സിലാക്കാത്തവരാണ്. അതുകൊണ്ട് SC ST ദളിത് അമ്പക്കറൈറ്റ് സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. എല്ലാ തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ പാലിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നേരത്തെ അനൗൺസ് ചെയ്തു. നേരത്തെ അനൗൺസ് ചെയ്തു, ഗവൺമെൻറ്റിനെ അറിയിച്ചു, ഹോട്ടൽ ഉടമകളെ അറിയിച്ചു, അവർക്കൊക്കെ സംഘടനയുള്ളവരാണ്. ബസ് ഓണേഴ്സിനെ അറിയിച്ചു, വ്യാപാരി വ്യവസായികളെ എല്ലാവരെയും കത്ത് മുഖാന്തരം തന്നെ അറിയിച്ചു. ഞങ്ങൾ സംസ്ഥാന സമിതി കൊടുത്തതല്ലാതെ എല്ലാ ജില്ലയിലും നേരിട്ട് കൊടുത്തു. പിന്നെ നോട്ടീസ് അടിച്ചിട്ട് എല്ലാ കടകളിലും, ഈ പ്രവർത്തകർ ഉണ്ടായിരുന്ന എല്ലാ മേഖലയിലെയും കടകളിൽ ഈ നോട്ടീസ് എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ സഹകരിക്കണം എന്നാണ് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സംഭവം. ഇതെല്ലാം ചെയ്ത് ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ ഗവൺമെൻറ് 8 ദിവസം മുമ്പ് ഗവൺമെൻറ് ഞങ്ങൾ കത്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ CSDSൻ്റെ KK സുരേഷ്. സുരേഷിന് 28-ാം തീയതിയാണ് ഹർത്താൽ. 27-ാം തീയതി ഈ DGPയുടെ ഓഫീസിൽ നിന്ന് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ, SI സർക്കിളോ DVSP അങ്ങനെ ആ റാങ്കിൽപ്പെട്ട ഒരാൾ വിളിക്കുന്നു. ഇനി ആളാണോ എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി ചെയ്യും, നാളെ ഹർത്താൽ നടക്കൂ. നാളെ ഹർത്താൽ നടക്കും എന്ന് സുരേഷ് പറഞ്ഞ് ഫോൺ വെച്ചു. അതൊക്കെ ഒരുതരം കളിയാക്കുന്ന പോലെയാണെന്നാണ് സുരേഷിനോട് പറഞ്ഞൊരു കാര്യം. അതായത് നാളെ നടക്കുമോ, അങ്ങനെയാണോ ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്. നമ്മൾ ഒരു കത്ത് ഒരു ഓഫീസിൽ എത്തിച്ചാൽ അവരൊരു മറുപടി നമുക്ക് തരും. അതൊക്കെ ഗവർണൻസിൻ്റെ ഒരു സാമാന്യ മര്യാദയാണ്. മനസ്സിലായത്? ഒന്നുകിൽ നിങ്ങൾ സമാധാനപരമായി ചെയ്യണം, അല്ലെങ്കിൽ പോലീസിന് ഇടപെടേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ നിയമലംഘനമാണ് നടത്തുന്നത്, അത് ചെയ്യരുത്. ചെയ്താൽ നിങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യും. മറുപടി എന്തും ആയിക്കോട്ടെ, തരണോ? അത് തന്നിട്ടില്ല. പിന്നെ ഗവൺമെൻറ് ഓരോ ഹർത്താലിനും എടുക്കുന്ന ചില മുൻകരുതലുകളുണ്ട്. എല്ലാ പരീക്ഷകളും മാറ്റിവെക്കുക, PSC പരീക്ഷ അടക്കം മാറ്റിവെക്കുക, ഇൻ്റർവ്യൂ ഉണ്ട് അത് മാറ്റിവെക്കുക, ഈ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്ക് കോൺവേ ആയിട്ട് വണ്ടി ഓടിക്കുക. ഇത് ഗവൺമെൻറ് ഏത് ഹർത്താലിനും ചെയ്യുന്നൊരു കാര്യം.
ഈ ഹർത്താലിന് അങ്ങനെ യാതൊരു നടപടിക്രമങ്ങളും സർക്കാർ പാലിച്ചു. എടുത്തില്ല. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദേ അണ്ടർ എസ്റ്റിമേറ്റ്. അതെ. അതാണ് അത് സംഭവം. അവർ പ്രഖ്യാപിക്കുന്ന ഹർത്താൽ നടക്കാനൊന്നും പോകുന്നില്ല എന്ന ഒരു സങ്കല്പത്തിലായതുകൊണ്ട് അവർ അതിനെക്കുറിച്ചൊന്നും ചെയ്തില്ല. രാവിലെ 6 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നൂറുകണക്കിന് മനുഷ്യർ വന്ന് തടഞ്ഞപ്പോഴാണ് ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഒന്ന് ഓർക്കണം. അതെ. അപ്പോൾ ഹർത്താൽ ഒരു 10 മണിയോടുകൂടി എല്ലാ ജില്ലകളിലും സംഭവിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നു. പെട്ടെന്ന് മെഷറിങ് ഫെയർ ആവുക. 10-10:30 വരെ ഒരു ഇൻസിഡൻറ്റും ഇത് ചെയ്യുന്നില്ല. നമ്മൾ വളരെ കർശനമായി പറഞ്ഞിരുന്നു. തികച്ചും സമാധാനപരമായിരിക്കണം. കടകളോ ബസ്സോ പബ്ലിക് പ്രോപ്പർട്ടി ഒന്നിലും നമ്മൾ കൈവെക്കരുത്. പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ബലം പിടിക്കാൻ നിൽക്കേണ്ട, അറസ്റ്റിന് വിധേയമായാൽ മതി എന്ന് തന്നെ പറഞ്ഞാണ്. കാരണം ഇതൊക്കെ ഉണ്ടാക്കാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. ഇപ്പോൾ പബ്ലിക് പ്രോപ്പർട്ടി ഈ ഈ നിയമം അനുസരിച്ചിട്ട് അത് നശിപ്പിച്ചാൽ അതിന് അവർ കണക്കാക്കുന്ന പൈസ കൊടുത്താലേ ജാമ്യം കിട്ടത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ 10-50 ബസ് അടിച്ച് തകർത്താൽ അവർക്ക് ജാമ്യം എടുക്കാൻ പോലും ഈ സമിതിക്ക് പറ്റത്തില്ല. അത്ര ലക്ഷം രൂപ നമുക്ക് കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു അക്രമവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം അത് ഏതാണ്ട് എല്ലാ സ്ഥലത്തും പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഈ ഹർത്താലിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടെയാണ് ഈ സമിതി മനസ്സിലാക്കുന്നത്. അല്ല, പൊതുസമൂഹത്തിനെതിരെ നടത്തിയ ഹർത്താലോ പൊതുസമൂഹം വെല്ലുവിളിച്ചൊരു ഹർത്താലോ അല്ലത്. പൊതുസമൂഹത്തെ വലിയൊരു വിഭാഗം പിന്തുണച്ച ഹർത്താലാണ്. അതുകൊണ്ടാണ് നാട്ടിലെമ്പാട് സംഘർഷം ഇല്ലാതെ പോയത്. ഈ ബാക്കിയുള്ളൊരു എതിർപ്പാണെങ്കിൽ അവർ രംഗത്ത് വരും, സംഘർഷം ഉറപ്പാണ്. അതെ. അപ്പോൾ സംഘർഷം ഒരു സ്ഥലത്തും ഉണ്ടായില്ല. പോലീസുമായിട്ടാണ് ചിലയിടങ്ങളിൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ വലിയൊരു വിഭാഗം ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. കോട്ടയത്തൊന്നും ഒരു കട പോലും തുറന്നില്ല. കോട്ടയം പട്ടണത്തിൽ ഒരു കട പോലും തുറന്നില്ല. ഏത് ലുലു മാൾ അടക്കം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സഹകരിച്ച സ്ഥലങ്ങളുണ്ട്. ഒരു ബലമായി തുറക്കുമെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ബലമായി അടപ്പിച്ച സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യം, ഈ ഹർത്താലിനോട് 11 മണിയായപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നു. ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്നത്. അപ്പോൾ ഈ ക്യാൻസർ രോഗിയെ തടഞ്ഞു, സമരക്കാർ തടഞ്ഞു. ഇതാണ് വാർത്ത. മനോരമ ചാനലിലാണ് വരുന്നത്. തിരുവല്ലയിലെ സമരക്കാർ ക്യാൻസർ രോഗിയെ തടഞ്ഞു. സോ ഈ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ വാർത്ത കാണുന്ന ഒരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഒരു ക്യാൻസർ രോഗി എന്ന് പറയുന്നത്. ഒരു അവശനായ ക്യാൻസർ രോഗി, ആംബുലൻസിൽ വന്ന അവശനായ ഒരു ക്യാൻസർ രോഗി തടഞ്ഞു വെച്ചിരിക്കും. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നുമില്ല. ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്നുള്ള ഒറ്റ വാക്കേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഒരു സമൂഹത്തിനകത്ത് വളരെ എന്തോ ഒരു അതിക്രമം നടക്കുന്നൊരു തോന്നലുണ്ടാക്കി. ആ തോന്നലുണ്ടാക്കുക എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉദ്ദേശവും. അപ്പോൾ ഈ ക്യാൻസർ രോഗി അതായത് അങ്കമാലിയിൽ നിന്ന് വന്ന ആളാണ്. മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നു. അങ്കമാലിയിൽ നിന്ന് ബസ് വന്ന ആളാ. അങ്കമാലിയിൽ നിന്ന് തിരുവല്ല വരെ 4 മണിക്കൂർ യാത്രയുണ്ട്. 4 മണിക്കൂർ ബസ് യാത്ര ചെയ്ത് വരാൻ മാത്രമേ ആരോഗ്യമുള്ള ഒരാളാണ് ഈ ക്യാൻസർ രോഗി എന്ന് പറയപ്പെടുന്ന ആൾ. മാത്രമല്ല ഇയാളുടെ ആവശ്യം, ഇയാൾ വന്ന സമരക്കാരോട് പറയുന്നത്, എനിക്ക് മുത്തൂറ്റ് കോഴഞ്ചേരിക്ക് പോകണം, അതുകൊണ്ട് നിങ്ങൾ പത്തനംതിട്ടയ്ക്കുള്ള വണ്ടി വിടണം എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് പോകണം എന്നല്ല, എന്നെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം എന്നല്ല പറയുന്നത്. അല്ലെ, എനിക്ക് ആശുപത്രിയിൽ പോയി ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തിരുവല്ലയിലെ സമരക്കാർ 3 രോഗികളെ സമരക്കാരുടെ വണ്ടിയിൽ, കൊടിവെച്ച വണ്ടിയിൽ ആശുപത്രി കൊണ്ട് എത്തിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവണേ. അല്ലാതെ അവിടെ വന്നവരെ മുഴുവൻ തടയുകയും തല്ലുകയും ഓടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഇല്ല. പക്ഷെ ഇയാളുടെ ആവശ്യം അതല്ല, പത്തനംതിട്ടയ്ക്കുള്ള വണ്ടി വിടണം എന്നുള്ള. എന്നാൽ നീ ഇച്ചിരി കഴിഞ്ഞ് പോയാൽ മതി എന്ന് സ്വാഭാവികമായും സമരക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറിയ വാക്ക് തർക്കം അല്ലാതെ ഈ വാക്ക് തർക്കം മുറുകുന്നു എന്ന് വന്നപ്പോൾ മനോരമ ചാനലുകാരൻ ചാടി വീഴുന്നു. ഈ മനോരമ ചാനലിനകത്താണ് ഇയാളെ പറയുന്നത് ഞാനൊരു ക്യാൻസർ രോഗിയാണ്.
അന്നേരമാണ് അടുത്ത് നിൽക്കുന്ന സമരക്കാരറിയുന്നത് ഇയാളുടെ ക്യാൻസർ. പിന്നീട് ഇയാളെ തടയാനോ ഇയാളെ എടുത്തിറക്കിക്കാനോ ഒന്നും ആരും നിൽക്കുന്നില്ല. പോലീസ് വരുന്നു, ഇയാളെ പോലീസ് വണ്ടിയിൽ അവിടെ കൊണ്ടാണ്. ഈ മനുഷ്യൻ രാത്രി 10 മണി വരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് മൊഴി കൊടുക്കാനായിട്ട് രാത്രി 10 മണി വരെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ഓർക്കണം. അപ്പോഴാണ് നമുക്ക് സംശയം ഇയാൾ യഥാർത്ഥ ക്യാൻസർ രോഗിയാണോ. അവരന്വേഷിച്ച പുള്ളി സ്കാൻ ചെയ്യാൻ വന്ന ഒരാളാണ്. മനസ്സിലായോ? അയാൾക്കെതിരെ കേസ് കൊടുക്കും തീരുമാനിച്ചു. അല്ലാതെ ഒരു സമരത്തിൻ്റെ ധാർമ്മികതയെ മുഴുവൻ ചോർത്തിക്കളഞ്ഞ ഒരാളെ എന്തായാലും നിയമപരമായി നേരിടുക എന്നുള്ള ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ചില കഥകൾ പറഞ്ഞെങ്കിലും 2-ാം ദിവസം കേരളീയ സമൂഹത്തിന് മനസ്സിലായി ഇതെല്ലാം നുണയായിരുന്നതും സമാധാനപരമായ ഹർത്താലാണ് നടന്നതെന്ന്. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം ഗവൺമെൻറ് നമ്മുടെ ഹർത്താലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുള്ള UDFന് പിന്തുണയ്ക്കാവുന്ന ഒരു ഹർത്താലായിരുന്നു അത്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടമൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഒരു നഷ്ടവും സംഭവിക്കാനില്ല. അപ്പം അങ്ങനെയൊന്നും ആലോചിക്കാത്തത് ഈ ഹർത്താലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അവരാരും പിന്തുണയ്ക്കാതിരുന്നത് നന്നായി എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഹർത്താൽ ദളിതരുടെ അക്കൗണ്ടിലേക്ക് തന്നെ വന്നല്ലോ. അതൊരു ഗുണം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ഹർത്താൽ ഈ അവയർനെസ് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഇത് ഇനിയും ഉണ്ടാകും കേട്ടോ. ഈ സംഘർഷം ഈ മനസ്സിലാകാത്തത് കൊണ്ട് ഈ പഴയ രൂപത്തിലുള്ള പെരുമാറ്റം ഇവർ പുറത്തെടുക്കും. ഇവർ വളരെ മുന്നേ പോയി കഴിഞ്ഞു. ദളിതർ കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. അത് മനസ്സിലാക്കാതെ ഇവർ പുറകിൽ കിടന്നുള്ള ഇരുട്ടിൽത്തപ്പാണ് ഇപ്പം നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് UDF അടക്കമുള്ളവരുണ്ടായില്ല. പക്ഷെ ചില സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടിയെ പോലെയൊക്കെയുള്ള സംഘടനകളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടായിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു, സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ദളിത് ആദിവാസി ബഹുജൻ രാഷ്ട്രീയമൊക്കെ ഉന്നയിക്കുന്ന മൂവ്മെന്റുകൾ എന്നൊക്കെ അർത്ഥത്തിൽ എങ്ങനെയാണ് അവരുടെ ഒരു സാന്നിധ്യം? നമ്മളങ്ങനെ സംഘടനകളോട് പിന്തുണയ്ക്കണമെന്നുള്ള ആവശ്യം അങ്ങോട്ട് ഉന്നയിച്ചിരുന്നില്ല. നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിലേക്ക് പല രാഷ്ട്രീയ പാർട്ടികൾ പങ്കാളികളാകുന്നുണ്ട്. അത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന CK ജാനുവിൻ്റെ പാർട്ടി ആളൊക്കെ കുറവാണ്. എന്നാലൊരു പാർട്ടി എന്ന നിലക്ക് അവരുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. VCKയുടെ ഒരു ഘടകം കേരളത്തിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അപ്പോൾ പിന്നെ BSPയുടെ പ്രവർത്തകർ പങ്കെടുക്കും. വെൽഫെയർ പാർട്ടിയിൽ നിന്നും ഒരു വിളി വരികയും അവർ ഹർത്താലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഹർത്താലിൻ്റെ വിവരങ്ങൾ ഞാൻ തന്നെ നേരിട്ട് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് സംസാരിക്കുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നില്ല. അവർക്ക് പിന്തുണയ്ക്കാം എന്നൊരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നത്. ഈ ദളിത് ആദിവാസി സംഘടന നടത്തുന്ന ഹർത്താലിന് പിന്തുണ എന്ന നിലക്ക് പോസ്റ്ററിങ്ങുകൾ നടത്തുക, അങ്ങനെ പല പ്രവർത്തനങ്ങളിലും അവരുണ്ടായിരുന്നു. SUCക്കാരുണ്ടായിരുന്നു. വേറെ കണ്ണൂരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട SUCക്കാരും വെൽഫെയർ പാർട്ടിക്കാരുണ്ട്. BSPക്കാരടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. VCK അവരെല്ലാം. അപ്പോൾ ഈ അജിമോൻ ചാലക്കേരി VCKയുടെ ആളാണ്. ക്യാൻസർ രോഗിയെ തെരഞ്ഞെന്ന് പറഞ്ഞ VCK അടുത്ത കാലത്ത് VCK ജോയിൻ ചെയ്ത ഒരാളാണ്. ദീർഘകാലം ദളിത് പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വളരെ വേഗമായിട്ടാണെങ്കിലും ഐക്യപ്പെടേണ്ട വിഭാഗങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അത്ര വ്യാപകമല്ലെങ്കിൽ ആ സാന്നിധ്യം. പിന്നെ മാത്രമല്ല പ്രാദേശികമായി ഈ ചില
പാർട്ടികളുടെ പ്രവർത്തകർ ഉം. ഹർത്താലിന് പിന്തുണയ്ക്കുകയും ആവശ്യമായ ഇപ്പോൾ കടകളിലൊക്കെ കയറി പറയാനും അങ്ങനെയുള്ള സംഗതികളൊക്കെ ചില സ്ഥലത്ത് ചെറു വാർത്തകൾ ലോക്കൽ വാർത്തകൾ തന്നെ വന്നിരുന്നു. അത് കോഴിക്കോടാണെന്ന് തോന്നുന്നു. ഒരു പഞ്ചായത്തിൽ ലീഗ് ഹർത്താലിന് പിന്തുണയ്ക്കുന്നെന്ന് പറഞ്ഞു. ആ. കൊണ്ടോട്ടി ആ ഭാഗത്ത് അവിടെ കൊണ്ടോട്ടിയല്ല, പി ടി ഉഷയുടെ നാടുണ്ടല്ലോ അവിടെ പയ്യോളി ആ ഭാഗത്ത് അവർ പിന്തുണയ്ക്കുന്നെന്ന് പറഞ്ഞൊരു പ്രസ്താവന തന്നെ കൊടുത്തത്. അങ്ങനെ പല രൂപത്തിൽ ഇതിനോട് ധാർമ്മികമായും അല്ലാതെയൊക്കെ പിന്തുണച്ചൊരു വലിയ വിഭാഗമുണ്ട്. ഞാനതാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ മാത്രം നടത്തിയൊരു ഹർത്താൽ എല്ലാ വെല്ലുവിളിയെ അതിജീവിച്ച് ഞങ്ങൾ, അങ്ങനെ ഒരു അവകാശവാദം ഇല്ല ഇതിനകത്ത്. മറിച്ച് കേരളത്തിൽ ജനാധിപത്യ രാഷ്ട്രീയത്തെക്കുറിച്ച് സൂക്ഷ്മ ബോധ്യമുള്ള ഒരു വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടെന്ന് തെളിഞ്ഞൊരു ഹർത്താൽ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു ദളിത് ആദിവാസി സമുദായങ്ങൾക്കകത്തുണ്ടായിട്ടുള്ള ഒരു ഉണർവ്, ഒരു അവയർനെസ്, ഇതൊരു ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് നിൽക്കുക എന്ന അർത്ഥത്തിലാണോ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുക എന്നാണോ താങ്കൾ തോന്നുന്നത്? അതോ അതൊരു രാഷ്ട്രീയ മൂവ്മെന്റായി ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആവാനുള്ള പോസിബിലിറ്റി, സാധ്യത എത്രമാത്രമാണ് താങ്കൾ മനസ്സിലാക്കുന്നത്?